പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ. തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് 2012 നിമിഷപ്രിയ യമനിലേക്ക് നഴ്സായി ജോലിക്ക് പോയത്. ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷപ്രിയ ക്ലിനിക്കിലും ജോലി നേടി. അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങുവാൻ തീരുമാനിക്കുകയും ചെയ്തു. യമൻ പൗരന്റെ ഉത്തരവാദിത്തത്തോടെയല്ലാതെ ക്ലിനിക് ആരംഭിക്കുവാനാകില്ല. ബിസിനസ് തുടങ്ങുവാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം മഹദിക്ക് കൈമാറുകയായിരുന്നു. ബിസിനസിന് കൂടുതൽ പണം ആവശ്യമുണ്ടായിരുന്നു. അത് സംഘടിപ്പിക്കുവാനായി നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു. പിന്നീട് യമനിലേക്ക് തിരിച്ചുപോയത് നിമിഷ മാത്രമായിരുന്നു. ബിസിനസ് ഇതോടുകൂടി പച്ചപിടിക്കും. മഹദി ഒരിക്കലും തങ്ങളെ ചതിക്കില്ല എന്നായിരുന്നു ഇരുവരുടെയും വിശ്വാസം. യമനിലേക്കുള്ള ടോമിയുടെ തിരിച്ചുപോക്ക് യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് മുടങ്ങിയിരുന്നു. ആദ്യമൊക്കെ വളരെ മാന്യമായായിരുന്നു മഹദിയുടെ പെരുമാറ്റം. എന്നാൽ പോകെ പോകെ മഹദിയുടെ പെരുമാറ്റത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. മഹദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്ന് പലരെയും അയാൾ വിശ്വസിപ്പിച്ചു. 2015 നിമിഷപ്രിയ ഒരു മാസത്തെ അവധിക്കായി നാട്ടിലേക്ക് വന്നിരുന്നു. ഒപ്പം തലാലും കൂടെയുണ്ടായിരുന്നു. സന്ദർശനത്തിനിടെ വീട്ടിൽ നിന്ന് നിമിഷയുടെ വിവാഹ ഫോട്ടോ മോഷ്ടിക്കുകയും ഇതിൽ പിന്നീട് കൃത്രിമത്വം നടത്തി തലാലുമായുള്ള വിവാഹ ഫോട്ടോയാക്കി മാറ്റുകയും ചെയ്തു. ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ ഒറ്റയ്ക്ക് സ്വന്തമാക്കി. നിമിഷ ഇത് ചോദ്യം ചെയ്തപ്പോൾ തലാൽ ഭീഷണിപ്പെടുത്തുകയും രേഖകൾ പിടിച്ചുവെക്കുകയും ചെയ്തു. വരുമാനം കൈക്കലാക്കുക മാത്രമല്ല, നിമിഷയുടെ സ്വർണങ്ങളെല്ലാം എടുത്ത് തലാൽ സ്വന്തം നിലയിൽ വിൽക്കുകയും ചെയ്തിരുന്നു. തലാലിന്റെ കീഴിൽ നിരന്തരമായി മാനസികമായും ശാരീരികമായും നിമിഷപ്രിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. നിമിഷയുടെ പാസ്പോർട്ട് തട്ടിയെടുത്തതിനാൽ തലാലിന്റെ അനുവാദമില്ലാതെ അവൾക്ക് രാജ്യത്ത് നിന്ന് പോകാനും കഴിഞ്ഞില്ല. പോലീസിന് പരാതി നൽകിയെങ്കിലും ഫലം കണ്ടില്ല. പോലീസ് നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്യുകയും 6 ദിവസത്തേക്ക് ജയിലിലിടുകയും ചെയ്തു. തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു. പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു. ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി. തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെയാണ് നിമിഷപ്രിയയുടെ വാദം. നിമിഷപ്രിയയും ഹനാൻ എന്ന യമനി യുവതിയും മഹദിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു. നിമിഷ തലാലിനെ മരുന്ന് കുത്തിവെച്ച് മയക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് വിനയായത്. ആദ്യം കുത്തിവെച്ച മരുന്ന് ഫലപ്രദമായിരുന്നില്ല. ശേഷം മയക്കാനായി വീണ്ടും മരുന്ന് കുത്തിവെച്ചു. അത് തലാലിനെ മരണത്തിലേക്കാണ് നയിച്ചത്. തലാലിനെ മയക്കിയതിനു ശേഷം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ മഹദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് നിമിഷപ്രിയ പറയുന്നത്.